ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ കാണുന്നത് മൊത്തം ഓണത്തിന് കൊടുക്കാനുള്ളതാണ്. ഓണത്തിന് മുമ്പ് കൊടുക്കാനുള്ളത്. ഓണം എന്ന് പറയുന്നത് മറ്റന്നാളാണ്. റേഷന് വരുന്ന ആമ്പ് അത് ഓണത്തിന് വേണം. ഇത് ഓണത്തിന്, ഇത് ഓണത്തിന്, ഇത് ഓണത്തിന്, ഇത് ഓണത്തിന്. ഇത് തുടങ്ങിയിട്ടും കൂടി ഇല്ല. അത് ഓണത്തിനുള്ളതാണ്. ഇത് അതിന് അങ്ങനെ തന്നെ ഓണത്തിന് കൊടുക്കാനുള്ളതാണ്. ഇത് അവിടെ തുടങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാം ഓണത്തിന് കൊടുക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഓണത്തിന് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വർക്ക് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് ഒരാളുള്ളത്. ഹെൽപ്പിന് 2 പേരുണ്ടെങ്കിലും അവരുടെ ടൈം അനുസരിച്ച് കുറച്ച് ആണല്ലോ അവർ വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള വർക്കൊക്കെ ഞാൻ തന്നെ നേരിട്ട് ചെയ്താണ്. ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഡിലേ ആണ്. എല്ലാവിധ റണ്ണിങ്ങും വർക്കിങ്ങും പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടതുകൊണ്ട് വരുന്ന ഡിലേ ആണ്. അപ്പം നാളെ എന്ന് പറയുമ്പോൾ 4 ദിവസവും 40 ദിവസമായി പോകുന്നതിൻ്റെ കാരണം ഒറ്റയ്ക്ക് പണിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളാരും ഇങ്ങനെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒറ്റയ്ക്ക് പണി ചെയ്യുമ്പോൾ എത്രത്തോളം പ്രയാസം ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു പാനൽ സെറ്റ് ചെയ്ത് കിട്ടാൻ ഞാൻ ഒരുപാട് അന്വേഷിച്ച് ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരാൾ നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ നാട്ടിലെ വർക്ക് കാരണം എനിക്ക് ആകെ അസ്വസ്ഥമായിരുന്നു. അത് ഇത്രയും വൃത്തിയിൽ അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കണ്ടീഷനിൽ. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയോളം ആയിട്ടേ ഉള്ളൂ നല്ല പാനൽസ്, നല്ല രീതിയിലുള്ള ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ബെസ്റ്റ് പാനൽസ് എനിക്ക് ചെയ്തു തരാൻ കിട്ടുന്നത്. നമുക്ക് വാങ്ങാൻ കിട്ടും നല്ല പാനൽസ്, അതല്ലല്ലോ നമുക്ക് നമ്മളേതായ പാനൽ നമുക്ക് ചെയ്ത് കിട്ടുന്നത് ഇപ്പോൾ ഈ കുറഞ്ഞ സമയത്തുള്ളൂ. അപ്പോൾ അന്ന് ഓർഡർ തന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ എല്ലാ പാനലും ഇതൊക്കെ വളരെ ഒരു 2 മാസത്തോളം മുമ്പുള്ള കസ്റ്റമറുടെ അവർ ഒന്നും പറഞ്ഞില്ല. ഭാഗ്യം കൊണ്ട് ഇന്നലെ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പോ മറ്റാണ് ഈ പാനലൊക്കെ ഇവിടെ എത്തിയത്. അത്രയും ബുദ്ധിമുട്ടായിട്ടാണ്. അതായത് അത്രയും സമയത്തിൻ്റെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള സമയക്കുറവ് കൊണ്ട് മാത്രമാണ് വൈകുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. എൻ്റെ ഹാപ്പി ഓണം വിഷ് മാത്രമല്ല, ഞാനിവിടെ ചെയ്യാൻ തന്ന പണിയും കൂടെ തന്നേക്കണം എന്നാണ് പലരും പറയണത്, എനിക്കറിയാം. അപ്പോൾ അതെന്തായാലും കുറച്ച് പേരോട് ഞാൻ മാക്സിമം ശനിയാഴ്ച ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ സമയം പോലെ അല്ലേ തീരുള്ളൂ, നമ്മൾ 2 കൈ കൊണ്ടുള്ള വർക്കല്ലേ തീരുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തായാലും മാക്സിമം ചെയ്ത് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പുതിയ ഓർഡറുകൾ തരുന്നവർക്ക് തീർച്ചയായിട്ടും എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാവിധ ആ ഒരു ഫാസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഓണം ബ്രഷിനോട് അടുപ്പിച്ചായിപ്പോയി ആ കാര്യങ്ങളൊക്കെ ഒത്തു വന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരു മാസം മുമ്പേ കണ്ടാണ് ഇപ്പോൾ പറഞ്ഞ ഈ സൗകര്യമൊക്കെ ഒത്തു വന്നെങ്കിൽ ഈ പറഞ്ഞ എല്ലാവർക്കും കൊടുത്തേനെ. അപ്പോൾ അതുകൊണ്ട് പെൻഡിങ് ആയവരും ഡിലേ ആയവരും എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. കാരണം കൊണ്ട് ഓണത്തിന് ചിലരതേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാത്തവരുടെ ഓണം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. സമയക്കുറവ് മാത്രമാണെന്ന് ഒന്ന് മനസ്സിലാക്കുക.